ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അത് മാത്രല്ല, ഞാൻ ഒരെണ്ണമേ ഉണ്ടാക്കിയുള്ളൂന്ന് മാലതി ചെറിയമ്മയെ വിശ്വസിപ്പിച്ചും കഴിഞ്ഞു. ആ ഒന്നാണ് മുത്തശ്ശിക്ക് ഞാൻ കൊണ്ടുകൊടുത്തത്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഭയങ്കരം തന്നെ. എന്നെ ശല്യപ്പെടുത്താൻ നീ ഒന്ന് പോയേ. അങ്ങനെ പോകുന്നില്ല. കാരണം ഞാൻ പറയാൻ വന്ന കാര്യം ജഗദീശേട്ടന് കൂടി നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. എന്താണെന്ന് വെച്ചാ ഒന്ന് പറഞ്ഞ് തൊലയ്ക്കണ്ട മാലതി. ഏട്ടനറിയാമോ, ഈ വീട്ടില് ഒരാൾക്ക് ഗർഭം. ഞെട്ടിയോ? ഞാൻ പറഞ്ഞില്ല ഞെട്ടോന്ന്. നല്ല പ്രായം അല്ലാത്തോണ്ടും ഭർത്താവ് ഒപ്പ ഇല്ലാത്തോണ്ടും നാണക്കേട് കൊണ്ടും അവരത് പുറത്ത് കാണിക്കാതെ വെച്ചിരിക്കുവാ. നേരത്തെ പോലെ നീ വല്ലതും പറഞ്ഞുണ്ടാക്കിയ നീ വീണ്ടും മേടിക്കുവേ. ഇതല്ല, ശരിക്കും ഇതാ സത്യം. നിനക്കെങ്ങനെ മനസ്സിലായി? അവര് നിന്നോട് വല്ലതും പറഞ്ഞു? പറഞ്ഞില്ല, പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു. എങ്ങനെ? ആ ഗർഭിണിക്ക് മീനാക്ഷി ഇപ്പോ കരിമ്പ് ജ്യൂസ് കൊണ്ടു കൊടുക്കുന്നത് കണ്ടിട്ടാ ഞാനിപ്പോ വന്നത്. എടി, കരിമ്പ് ജ്യൂസ് കുടിച്ചാ അതിനർത്ഥം ഗർഭിണിയാണെന്നാണോ? അല്ല, പക്ഷേ ഗർഭാവസ്ഥയെ കുറിച്ച് പരസ്പരം സംസാരിക്കുന്നത് കൂടെ ഞാൻ കേട്ടല്ലോ. ക്ഷീണം, തലകറക്കം, ഓക്കാനം, ഇതൊക്കെ ഗർഭിണികളെ ലക്ഷണമാ. ദൈവമേ, നന്ദിയുടെ കാര്യം ഞാൻ പറയുന്നതിന് മുമ്പ് ഇവളെല്ലാരെയും അറിയിച്ച് കൊളവാക്കോ? ശോ, ഇതൊക്കെ നാട്ടുകാരറിഞ്ഞാലേ എന്ത് വിചാരിക്കും എന്തോ. അതും ഈ പ്രായത്തില്. ഏത് പ്രായത്തില്? ഈ പ്രായത്തിൽ എന്താ കുഴപ്പം? നാട്ടുകാരെന്താണെന്ന് വിചാരിച്ചോട്ടെ. ഓഹോ, അപ്പൊ ജഗദീശേട്ട സപ്പോർട്ടാണല്ലേ? പിന്നെ ഞാനെന്ത് വേണം? പറ്റില്ലാന്ന് പറയണം. പ്രായത്തിന്റെ കാര്യം പോട്ടെ, ഭർത്താവ് അടുത്തില്ലാതെ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് എന്റെ വീട്ടുകാര് ചോദിച്ചാ ഞാൻ അവരോട് എന്ത് സമാധാനം പറയും? ഇപ്പോഴല്ലേ ഭർത്താവ് ഇല്ലാതായത്? കൂടെ ഉണ്ടായിരുന്നല്ലോ. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും അവര് പ്രസവിക്കും, ആ കുഞ്ഞ് ഈ വീട്ടിൽ വളരുകയും ചെയ്യും. ജഗദീശേട്ടന് ഇതൊക്കെ എങ്ങനെ പറയാൻ സാധിക്കുന്നു? ഏട്ടന് നാണക്കേട് തോന്നാത്തതേ സ്നേഹം കൊണ്ടാ. ചെലപ്പോ ഇവിടെ ആർക്കും തോന്നില്ലായിരിക്കും. എന്നാലും അവർക്കൊരു വിവരം വേണ്ടേ? ഈ പ്രായത്തിലും തൊട്ടിലാട്ടം നടക്കുന്നു. മാലതി, നീ നിന്റെ നാവും വെച്ച് മിണ്ടാതിരിക്കേ. ഇപ്പൊ ഞാൻ പറഞ്ഞതായോ കുറ്റം? ഇത് എത്ര നാൾ ഒളിപ്പിച്ചു വെക്കുമെന്ന് എനിക്കൊന്ന് അറിയണം. വയറ് പുറത്തേക്ക് തള്ളുമല്ലോ, അപ്പൊ എല്ലാവരും അറിയും. എടി, എല്ലാവരും അറിഞ്ഞാ എന്താ പ്രശ്നം ഞാൻ ചോദിക്കുന്നത്? എനിക്കൊരു പ്രശ്നമില്ല, മാനക്കേടേ ഉള്ളൂ. പിന്നെ ജഗദീഷ് ഏട്ടനോടൊരു കാര്യം പറയും, ഈ പ്രസവ ശുശ്രൂഷയ്ക്കൊന്നും എന്നെ വിളിച്ചേക്കരുത്. എനിക്ക് അവരെ താങ്ങി പിടിച്ചോണ്ട് നടക്കാനുള്ള ആരോഗ്യമൊന്നും ഇല്ല. നീ നോക്കണ്ട, പോരെ. ഇത് നിങ്ങളോട് ഇവിടെ വന്ന് പറഞ്ഞ എന്നെ മടല് വെട്ടി അടിക്കണം. നല്ല പ്രായത്തില് 3-4 മക്കളെ പെറ്റിട്ടിട്ട് ഈ കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന വയസ്സാകാലത്ത് അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മോനും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നീ നിന്നേ. നീ ആർക്ക് എറുപ്പുണ്ടായ കാര്യം പറഞ്ഞു? നിങ്ങളുടെ അമ്മയ്ക്ക്, അല്ലാതെ ആർക്കാ? ഈ വയസ്സാകാലത്ത് ഓരോരോ മര്യാദയ്ക്ക് സംസാരിച്ചോണം. ഇത് കുടിച്ചേ. ഞാൻ ദേവമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുണ്ടാക്കിയ കരിമ്പ് ജ്യൂസ് ഇത്. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇത് കുടിച്ച കുഞ്ഞിന് നല്ല ആരോഗ്യവും അമ്മയ്ക്ക് നല്ല ഫ്രഷ്നെസ്സും ഉണ്ടാവും. നിന്നോട് ആര് പറഞ്ഞു ഇതൊക്കെ? ഞാനേ ഇന്റർനെറ്റിൽ നോക്കിയപ്പോ കണ്ടതാ. ഇനി ഇതുപോലെ പലതും ഉണ്ട്. അതൊക്കെ ഞാൻ സമയാസമയം ഉണ്ടാക്കി തരാം. ദേവമ്മ ഈ മുറിക്കകത്തിരുന്ന് ബുക്കൊക്കെ വായിച്ചിരുന്നാ മതി. മോളെ, നീ എനിക്ക് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് ഇവിടെ ആരെങ്കിലും കണ്ട അവർക്ക് സംശയം തോന്നില്ലേ? അവസാനം നീ ഇപ്പൊ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പദ്ധതി ഒക്കെ പൊളിയും. അങ്ങനെയൊന്നും പൊളിയില്ല. ഞാനേ 2 ജ്യൂസ് ഉണ്ടാക്കി. ഒന്ന് മുത്തശ്ശിക്ക് കൊടുത്തു, രണ്ടാമത്തേതാ ഇത്. മുത്തശ്ശിക്കും കൊടുത്തോണ്ട് ആർക്ക് സംശയം തോന്നില്ലല്ലോ. അത് മാത്രല്ല, ഞാൻ ഒരെണ്ണമേ ഉണ്ടാക്കിയുള്ളൂന്ന്
മാലതി ചെറിയമ്മയെ വിശ്വസിപ്പിച്ചും കഴിഞ്ഞു. ആ ഒന്നാണ് മുത്തശ്ശിക്ക് ഞാൻ കൊണ്ടു കൊടുത്തത്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഭയങ്കരം തന്നെ. അത് സമ്മതിച്ച സ്ഥിതിക്ക് ഇതാ, ഇത് കുടിക്കേ. കുടിക്കേ. ഇതെന്താ വേറെന്തോ ഒരു ആലോചന? അല്ല മോളെ, ജഗദീഷ് അമ്മയോടെല്ലാം പറയാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. അത് ഞാനും ആലോചിച്ചായിരുന്നു. ചിലപ്പോ സമയവും സന്ദർഭവും ഒത്തു വരാത്തോണ്ടായിരിക്കും. ഇതങ്ങനെ അധിക നാൾ ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അത് ചെറിയച്ഛൻ പറഞ്ഞ് ശരിയാക്കിക്കോളും. ഇല്ലെങ്കിൽ വേറെ ഒരുപാട് വഴികളുണ്ടല്ലോ. ഇവിടെ എല്ലാരും അറിയുന്നവരെ ദൈവമേടെ എല്ലാ കാര്യവും ഞാൻ നോക്കിക്കോളാം. എന്താ പോരെ? ദൈവം ഇത് കുടിച്ചിട്ട് റെസ്റ്റ് എടുക്ക്. ഞാനിപ്പോ വരാം. മീനാക്ഷി എന്താ കൊണ്ടുപോയെന്ന് അറിയാവോ? ജ്യൂസ്. അത് വെറും ജ്യൂസല്ല, കരിമ്പ് ജ്യൂസാ. അതിനെന്താ, അവള് കരിമ്പിൻ ജ്യൂസ് കുടിക്കട്ടെ. നിനക്ക് വേണമെങ്കിൽ നീ ഉണ്ടാക്കി കുടിച്ചു. അതിന് എനിക്ക് ഗർഭമൊന്നും ഇല്ലല്ലോ. ഓക്കാനവും ഛർദിലും രാവിലത്തെ തലചുറ്റൽ മാറാനും വേണ്ടി ഗർഭിണികൾക്ക് കൊടുക്കുന്ന ജ്യൂസാ അത്. ഞാൻ ഗർഭിണിയായിരുന്നപ്പോ എന്റെ അമ്മ സ്ഥിരം എനിക്ക് അതല്ലേ തന്നോണ്ടിരുന്നേ.